Hello friends, welcome to the channel. അപ്പോൾ നമ്മളിന്ന് പരിചയപ്പെടാൻ പോകുന്ന ഒരു ബ്ലൂറേ കട്ട് ഗ്ലാസ് ആണ്. നമ്മൾ ഫോൺ നോക്കുമ്പോൾ അതുപോലെ നമ്മൾ കമ്പ്യൂട്ടർ ഉപയോഗിക്കുമ്പോൾ നോർമലി എല്ലാവരും ഇപ്പോൾ മോസ്റ്റ്ലി എല്ലാ സമയം നമ്മൾ കമ്പ്യൂട്ടറിന് മുമ്പിലായിരിക്കും. അപ്പോൾ എന്താ വെച്ചാൽ നമുക്കിപ്പോൾ കമ്പ്യൂട്ടറിലാണ്ടെന്ന് നമുക്ക് വർക്കും കാര്യമൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇങ്ങനത്തെ ഒരു ബ്ലൂ കട്ട് ഗ്ലാസ് വെക്കുന്നത് നിങ്ങളുടെ കണ്ണിന് നല്ലതായിരിക്കും. എന്താ വെച്ചാൽ നിങ്ങൾക്ക് അറിയാം നമ്മുടെ മോണിറ്ററിൽ പ്രത്യേകിച്ച് അടുത്തൊക്കെ ഇരിക്കുമ്പോൾ അതുപോലെ തന്നെ മൊബൈൽ പിടിക്കുമ്പോൾ ഇതൊക്കെ നമ്മുടെ മോണിറ്ററിൽ നിന്ന് ബ്ലൂ കട്ട് അതായത് ബ്ലൂ റേസ് വരും. അത് നമ്മുടെ കണ്ണിന് കംപ്ലൈൻറ്റ് വരുത്താനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ പിന്നെ അതാണ് നമ്മൾ നോർമലി നിങ്ങൾ പറഞ്ഞു കേട്ടിട്ടുണ്ടായിരിക്കും നമ്മൾ ടി വി കാണുമ്പോഴൊക്കെ അകലെ ഇരിക്കുകയെന്ന് പറയുന്നത്. അപ്പോൾ അത്രയ്ക്കും അവിടെ എഫക്റ്റ് ചെയ്യില്ല. അപ്പോൾ ഒരു ബഡ്ജറ്റ് റേഞ്ചിലുള്ള ഒരു എന്താ പറയുക ഒരു ബ്ലൂ കട്ട് ഗ്ലാസ് ഉണ്ടാക്കുന്ന ഒരു ബ്രാൻഡാണ് എഫർമോൺ എന്ന് പറഞ്ഞിട്ട്. ആക്ച്വലി ഇതിൻ്റെ ബ്രാൻഡിൻ്റെ പേര് വരുന്നത് നമുക്കിത് ആമസോണിലൊക്കെ അവൈലബിൾ ആണ്. നമുക്ക് ഈ ഗ്ലാസ്സിന് 423-450 റേഞ്ചൊക്കെ പ്രൈസ് വരുന്നുള്ളൂ കേട്ടോ. നിങ്ങൾ ലെൻസ് കാർഡിലൊക്കെ പോയി കഴിഞ്ഞാൽ 1000 രൂപ 800 രൂപ ആ റേഞ്ചൊക്കെ വരും. നമുക്ക് റെഡ്യൂസ് ഐ സ്ട്രെയിൻ, അതിന് ബെനിഫിറ്റ് വരുന്നത് റെഡ്യൂസ് ഐ സ്ട്രെയിൻ, റിലീവ്സ് ഹെഡേക്ക്, ആൻറ്റിഗ്ലെയർ കോട്ടിംഗ് വരുന്നുണ്ട്, ബ്ലൂ UV പ്രൊട്ടക്ഷൻ വരുന്നുണ്ട്, UV പ്രൊട്ടക്ഷൻ വരുന്നുണ്ട്, നൈറ്റ് ഡ്രൈവിങ്ങിന് ഉപയോഗിക്കാം. UV 410 ആണ് ഇതിൻ്റെ പ്രൊട്ടക്ഷൻ വരുന്നത് കേട്ടോ. ഇതിൽ MRP വർത്തിക്കുന്നത് 3000 രൂപയ്ക്കാണ്. പക്ഷേ ഞാൻ പറഞ്ഞല്ലോ 450 ആ റേഞ്ചൊക്കെ നമുക്ക് പ്രൈസ് ഉള്ളൂ. ഞാൻ എന്തായാലും എൻ്റെ ബെസ്റ്റ് ബൈ ലിങ്ക് താഴെ കൊടുക്കാം. പിന്നെ എൻ്റെ ഡീറ്റെയിൽസ് കുറച്ച് ചെയ്തിട്ടുണ്ട്. എഫർമോൺ ഫോക്കസസ് ഓൺ ക്രിയേറ്റിംഗ് ഐ പ്രൊട്ടക്ഷൻ ഗ്ലാസസ് ദാറ്റ് ഹെൽപ്സ് യു ഇൻ മെനി ഇൻസ്റ്റൻസ് സച്ച് ആസ് യൂസിംഗ് കമ്പ്യൂട്ടർ സ്ക്രീൻ, സെൽ ഫോൺസ് ആൻഡ് അതർ ഡിജിറ്റൽ ഡിവൈസസ്. ദി ഗ്ലാസസ് ആർ ഓൾസോ capable of providing comfort while night driving. The most latest technology for eye protection is in your glass എന്ന് കൊടുത്തിട്ടുണ്ട്. ഡെസ്ക്ടോപ്പ് സ്ക്രീൻ പ്രൊട്ടക്ഷൻ, മൊബൈൽ ഡിസ്പ്ലേ പ്രൊട്ടക്ഷൻ, കംഫർട്ടബിൾ വൈൽ റീഡിങ്, ബെറ്റർ സ്ലീപ്പ് എന്നൊക്കെ പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. പിന്നെ അവരുടെ ഹെൽപ്പ് ലൈൻ, ഇമെയിൽ ID, അതുപോലെ തന്നെ അവരുടെ സ്റ്റോറിൻ്റെ ഒരു ഇത് കൊടുത്തിട്ടുണ്ട്. ഞാൻ ആക്ച്വലി നമുക്ക് വന്നിരിക്കുന്നത് ഒരു ബ്ലൂ കളറ്, കുറേ മൾട്ടിപ്പിൾ കളേഴ്സ് അവൈലബിൾ ആണ്. അപ്പോൾ ഞാൻ ആക്ച്വലി സെലക്ട് ചെയ്തത് നമുക്കൊരു ബ്ലൂ കളറായിരുന്നു. അവരെ തന്നെ ഒരു ഓതൻറ്റിക്കേഷൻ കാർഡ് വേണ്ടി, ഒരു എഫർമോണോട് ഒരു ഓതൻറ്റിക്കേഷൻ കാർഡ് വേണ്ടി വരുന്നുണ്ട്. അത് ഒറിജിനൽ ബ്ലൂ കളർ ഗ്ലാസ് തന്നെയാണ്. അതിൻ്റെ ഒരു സാക്ഷ്യപത്രം എന്നൊക്കെ പറയുന്ന പോലെ സംഭവമാണ്. പിന്നെ നമുക്ക് ഇങ്ങനത്തെ ഒരു പാക്കേജിലാണ് നമുക്ക് വന്നിരിക്കുന്നത്. പിന്നെ നമുക്കൊരു സംഭവമുണ്ട്, ഇങ്ങനത്തെ ഒരു കവർ ചുമ്മാ വന്നിട്ടുണ്ട്. പിന്നെ ഒരു ബ്ലൂ കട്ട് ഗ്ലാസ് എന്ന് പറഞ്ഞിട്ടൊരു വി ആർ ഹിയർ ടു പ്രൊട്ടക്ട് യുവർ ഐസ് ഫ്രം HEV ബ്ലൂ ലൈറ്റ് എന്ന് പറഞ്ഞിട്ടൊരു അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് കുറച്ച് കൊടുത്തിട്ടുണ്ട്. വാട്ട് ഈസ് HEV ബ്ലൂ ലൈറ്റ്? അപ്പോൾ ദീസ് ആർ ഷോർട്ട് വേവ് ലെങ്ത് ഹൈ എനർജി ലൈറ്റ് റേസ് ഓൺ ദ ബ്ലൂ എൻഡ് ഓഫ് ദ വിസിബിൾ ലൈറ്റ് സ്പെക്ട്രം ദാറ്റ് സ്കാറ്റേഴ്സ് മോർ ഈസിലി ദാൻ അതർ വിസിബിൾ. എന്ന് വെച്ചാൽ അതിൻ്റെ എന്താ പറയുക ലോ വേവ് ലെങ്ത്തിൽ വരുന്ന ഒരു ലൈറ്റാണ്. അപ്പോൾ നിങ്ങളത് കണ്ണിനെ ഭയങ്കരമായിട്ട് എഫക്ട് ചെയ്യുന്നതാണ് പറഞ്ഞിരിക്കുന്നത്. ആക്ച്വലി ഇറ്റ് ഈസ് മോസ്റ്റ്ലി നോട്ടബിൾ ഇൻ ഡിസ്പ്ലേ സ്ക്രീൻസ് ഓഫ് കമ്പ്യൂട്ടർ, ഇലക്ട്രോണിക് നോട്ട്ബുക്സ്, സ്മാർട്ട് ഫോൺസ് ആൻഡ് അതർ ഡിജിറ്റൽ ഡിവൈസസ് എമിറ്റ് സിഗ്നിഫിക്കൻറ്റ് എമൗണ്ട് ഓഫ് ബ്ലൂ ലൈറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ വൈ വി നീഡ് പ്രൊട്ടക്ഷൻ ഫ്രം HEV ബ്ലൂ ലൈറ്റ് എന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ തന്നെ ഒരു ആൻസർ കൊടുത്തിട്ടുണ്ട്. ദ ബ്ലൂ ലൈറ്റ് എമിറ്റഡ് ബൈ ദ സ്ക്രീൻ റീച്ചസ് ഡീപ്പർ ഇൻ ടു ദ ഐസ് ആൻഡ് ഇറ്റ് ക്യുമുലേറ്റീവ് ഇഫക്റ്റ് കോസസ് ഡാമേജ് ടു ദ റെറ്റിന. അപ്പോൾ ഇത് ആക്ച്വലി റെറ്റിനയ്ക്കാണ് കുഴപ്പം വരുന്നത്. അപ്പോൾ അതിൻ്റെ സിംറ്റംസ് എന്ന് പറയുന്നത് ഡീജനറേഷനാണ്. അതുപോലെ തന്നെ ഐ സ്ട്രെയിൻ വരും, ഐ ഫാറ്റീഗ് വരും, മൈഗ്രെയിൻ വരും, ഡ്രൈ ഐസ് വരും. അപ്പോൾ അതൊക്കെ അതിൻ്റെ കുറച്ച് ഇത് വരുന്നത്. പിന്നെ ബെനിഫിറ്റ് ഓഫ് ബ്ലൂ ബ്ലോക്കിംഗ് ഗ്ലാസസ് എന്ന് പറഞ്ഞിട്ട് അവർ കൊടുത്തിട്ടുണ്ട്. റിഡ്യൂസ് ഐ സ്ട്രെയിൻ, അതുപോലെ തന്നെ ഇംപ്രൂവ് സ്ലീപ്പിംഗ് പാറ്റേൺ, കീപ്സ് യു ആക്റ്റീവ് ആൻഡ് പ്രൊഡക്റ്റീവ്, റിഡ്യൂസ് റിസ്ക് ഓഫ് മാസ്കുലർ ഡീജനറേഷൻ, ഷീൽഡ് യുവർ ഐസ് 24/7 ബോത്ത് ഇൻഡോർ ആൻഡ് ഔട്ട്ഡോർ എന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ കുറേ സംഭവം ഉണ്ട്. ഫുൾ വായിക്കാൻ പോയി കഴിഞ്ഞാൽ നമ്മുടെ വീഡിയോ വെറുതെ വലുതാവും. അപ്പോൾ അതിന് മുമ്പ് ചാനൽ പുതിയൊന്നൊരു സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ തന്നെ ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് നോട്ടിഫിക്കേഷനൊക്കെ മറക്കണ്ട. ഇൻസ്റ്റാഗ്രാമിൻ്റെ ഫേസ്ബുക്കിൽ നമ്മൾ ഡിസ്ക്രിപ്ഷൻ കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് ചാനലിലെ വെച്ച് നമ്മൾ ആമസോണിൽ തുടങ്ങിയതും ചെക്ക് കൊടുത്ത് നോക്കാൻ മറക്കണ്ട കേട്ടോ. പിന്നെ എന്തെങ്കിലും സംശയം കാര്യങ്ങളൊക്കെ എൻ്റെ കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട. നമ്മളെല്ലാ കമൻറ്റും അപ്ലോഡ് കൊടുക്കുന്നതാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ഗ്ലാസ് വരുന്നത്. അപ്പോൾ ഞാൻ ആക്ച്വലി ഗ്ലാസ് നമ്മുടെ ബോക്സിൽ നിന്ന് എടുക്കുകയാണ്. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു ടാഗ് കിട്ടും. നമ്മുടെ ഒരു ബ്ലൂ കളർ ഉണ്ടോ, അതാണ് ഞാൻ കളർ, നമുക്ക് കളർ സെലക്ട് ചെയ്ത് ബ്ലൂ ആയിരുന്നു. പിന്നെ അതിൻ്റെ ഉള്ളൊരു ക്ലോത്തും വരുന്നുണ്ട്. അപ്പോൾ ഞാനത് വെച്ച് കാണിച്ചു തരാം. ഞാൻ മുമ്പ് ഉപയോഗിക്കുന്നുണ്ട്. എൻ്റെ പഴയ ഗ്ലാസ് കൊണ്ട് ഇതാണ്. ആകെ സ്ക്രാച്ചായി ആകെ ചലമ്പായിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ഗ്ലാസ് വരുന്നത്. ഫുൾ പ്ലാസ്റ്റിക് മെയ്ഡാണ്. അതിൻ്റെ ബ്രാൻഡിങ് ഒക്കെ സൈഡിൽ കൊടുത്തിട്ടുണ്ട്. ഫുൾ ബ്ലൂ കളറാണ് കേട്ടോ. ഫുൾ ബ്ലൂ കളറാണ്. അപ്പോൾ അതിൻ്റെ ടാഗായിട്ട് ഇതെന്താ, ലുക്ക് യുവർ ബെസ്റ്റ് ജെന്യൂൻ ഫോം പ്രൊഡക്ട്സ്. അപ്പോൾ ഈ സാധനം അവരുടെ ജെന്യൂൻ ID കാർഡ് എന്ന് വെച്ചിട്ട് ഇതാണ്. ഇതെന്തോ ഇത് വെച്ച പോലെ ഇത് നമ്മുടെ ഇത് കട്ട് ചെയ്ത് കളയട്ടെ. ഞാൻ ടാഗ് കറക്റ്റ് മൂക്കമേ വന്നിരിക്കുന്നത്. ഓക്കെ, നല്ല ലൈറ്റ് വെയിറ്റ് ആണ്. കൊള്ളാട്ടോ, അതിനുണ്ട്, കുഴപ്പമില്ലല്ലോ. നമ്മൾ മുമ്പ് ഉപയോഗിക്കുന്നത് ഓൾമോസ്റ്റ് ഇതേ സ്റ്റൈൽ തന്നെയാണ്. റെക്ടാങ്കിൾ കണ്ടത് റെഡ് ബ്ലാക്ക് ആയിരുന്നു കളറ്. ഇതൊന്നും ആക്ച്വലി ആമസോണിൽ വാങ്ങിച്ചത് വിൻസെൻറ്റ് ആണ്. ഇത് ഫ്ലിപ്പ്ഡാന്നുണ്ട് ലെൻസ് കാർഡ് തന്നെ. പക്ഷേ ഞാൻ ആമസോൺ തന്നെ വാങ്ങിച്ചത്. നമുക്ക് റെഡി പ്രൈസ് കുറഞ്ഞ് കിട്ടുമ്പോൾ നമ്മൾ പുറത്ത് വാങ്ങിക്കേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ
കുഴപ്പമില്ലാത്ത നല്ല കുഴപ്പമില്ലാത്ത ക്വാളിറ്റി ഉണ്ട്, സ്ക്രാച്ചും കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ ഇങ്ങനത്തെ ഒരു സംഭവം നിങ്ങൾ ഉപയോഗിക്കുന്നത് നല്ലതായിരിക്കും കേട്ടോ. എന്താ വെച്ചാൽ വലിയ പ്രൈസും ഇല്ല, ഇതിനായിട്ടൊക്കെ പ്രൈസ് കൊടുത്തുള്ള സാധനമാണല്ലോ ഇരിക്കുന്നത്. അപ്പോൾ അത് പോയി കഴിഞ്ഞാൽ നല്ല നല്ല കാശ് വരിക ശരിയാക്കാൻ. അപ്പോൾ എന്തായാലും നമ്മൾ വീഡിയോ അതിൻ്റെ ചെയ്യാൻ വീഡിയോ ഇഷ്ടപ്പെടുക, ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട, ചാനൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കണ്ട, എന്തെങ്കിലും സംശയിക്കേണ്ട കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട. നമ്മളെല്ലാ കമൻറ്റ് അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ ഞാൻ അടുത്ത് കാണാം, ബൈ.